അല്പം നെയ്യ് എടുത്ത് ഞാൻ ഉരുക്കാനിട്ട്. കിട്ടുപൂച്ച വെളിയിൽ കിടന്ന് ഭയങ്കരമായിട്ട് വിളിക്കുകയാണ്. ഇത് ഞാൻ തന്നെ തയ്യാറാക്കിയ നെയ്യാണ്, ശുദ്ധമായ നെയ്യാണ്. ശേഷം ആ നെയ്യിലേക്ക് കറുത്തെള്ള്, കപ്പലണ്ടി, അവൽ, ഫ്ലാക്സീഡ്, ഈന്തപ്പഴം, പിന്നെ ഒരു കഷ്ണം ശർക്കര പൊടി വെച്ചിട്ടുണ്ട്. ഈ നെയ്യിലേക്ക് ഞാനിതാ കപ്പലണ്ടിയാണ് ആദ്യം ഇട്ടത്. കപ്പലണ്ടി നന്നായി മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് അവിൽ ഇട്ട് കൊടുക്കാം. നെയ്യ് ഞാൻ അല്പം കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. കാരണം ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുന്നത് കൊണ്ട് അതിന് പിന്നെ ബുദ്ധിമുട്ടില്ല. എൻ്റെ കയ്യിൽ ഏകദേശം 1 കിലോളം നെയ്യ് എപ്പോഴും ഇരിക്കും. അപ്പോൾ പിന്നെ വാങ്ങി ചെയ്യുന്നതിനേക്കാളും അത് തന്നെ ഉപയോഗിച്ച് ഞാനങ്ങ് ചെയ്യും. ഈ എള്ള് ഞാൻ നേരത്തെ കഴുകി ഉണക്കി വെച്ചതാണേ. നന്നായിട്ട് കഴുകി ഉണക്കി വെച്ച എള്ളാണ്. അത് ഞാൻ അതിലേക്ക് ഇടുകയാണ്. ഞാൻ എന്തിനാണ് ഈ റെസിപ്പിയൊക്കെ ചെയ്യുന്നതെന്ന് പറയണ്ടേ. ഞാൻ അടുത്തിടയ്ക്ക് ഒരു വീഡിയോ കാണാനിടയായി. ഒരു ഡോക്ടറുടെ വീഡിയോ ആയിരുന്നേ. ഇത് നമ്മുടെ ഫ്ലാക്സീഡാണേ. ഇത് ഞാൻ കഴുകി ഉണക്കിയൊക്കെ എടുത്ത് വറുത്ത് വെച്ചിരിക്കുന്ന സാധനമാണേ. അതായത് 45 കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഈസ്ട്രജൻ്റെ കുറവ് വരും. അതുകൊണ്ട് ഈ സാധനം നന്നായിട്ട് ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ രാവിലെ കഴിച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഹിസ്റ്ററക്ടമി ചെയ്തതാണ്, 2022 ചെയ്തതാണ്. അപ്പോൾ എനിക്ക് അന്ന് ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നത് കൊണ്ട് എൻ്റെ ഓവറികളും ഒക്കെ അന്ന് നീക്കം ചെയ്തിരുന്നു. അപ്പോൾ എനിക്കതിൽ ഭയങ്കരമായ ചൂടും ഭയങ്കര ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട്. ദേഹം വേദന, എന്തെങ്കിലും ജോലി ചെയ്താൽ അപ്പോൾ തന്നെ പെട്ടെന്ന് ദേഹത്ത് നീര് കെട്ടുക, കൈയും കാലും വേദന, അങ്ങനെ ഭയങ്കര ആരോഗ്യ പ്രശ്നങ്ങൾ. ശേഷം ഇടയ്ക്ക് 1 വർഷമായി വീണ് കാലൊടിഞ്ഞ് അങ്ങനെയൊക്കെ 3 മാസം കിടപ്പിലൊക്കെ ആയിപ്പോയി. അപ്പോൾ അതിൽ നിന്ന് റിക്കവർ ആവാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇതുവരെ ഞാനതങ്ങ് റിക്കവറായി വന്നില്ല. അപ്പോൾ ഡോക്ടറെ വീഡിയോ കണ്ടപ്പോൾ തൊട്ട് വിചാരിക്കുന്നതാണ് ഇതൊന്ന് ചെയ്ത് വെച്ച് നോക്കി കഴിച്ച് നോക്കണമെന്ന്. അപ്പോൾ അതിൽ ഇങ്ങനെ അല്ലാതെ ഇത് പ്രിപ്പറേഷൻ ഇല്ലാതെ കഴിച്ചാലും നല്ലതാണ്. ഇത് പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നാൽ ദിവസം രാവിലെയും വൈകുന്നേരവും കഴിക്കുന്നത് നന്നായിരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാമെന്ന് കരുതിയാണ് ഇന്നതിന് ഞാൻ തയ്യാറായി വന്നത്. അപ്പോൾ ഇന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നാൽ കഴിച്ച് നോക്കാമല്ലോ. അപ്പം
അപ്പം മൊത്തത്തിൽ ബുദ്ധിമുട്ടുണ്ട്. ഭയങ്കര ദേഹം പുകച്ചിൽ, ചൂട്, വിയർപ്പ്. ഇപ്പോൾ ഈ സമയത്തൊക്കെ ആണെങ്കിൽ എനിക്കാണെങ്കിൽ ഭയങ്കരമായ ചൂടാണ്. നിൽക്കാൻ പറ്റില്ല എനിക്ക്. ഫാനില്ലാതെ ഒരു നിമിഷം എനിക്ക് നിൽക്കാൻ പറ്റില്ല. അത്രയ്ക്കും ശരീരത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൽ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യണമെന്ന് എഴുതിയിരുന്നേ. വൈറ്റമിൻ ഡി ഒക്കെ എനിക്കില്ലായിരുന്നു. വൈറ്റമിൻ ഡിയും എനിക്ക് 20 താഴെ എന്തോ 19 18 ആയിരുന്നു. ഞാനൊരു വർഷം വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റും എടുത്തിരുന്നു. അപ്പോൾ ഇപ്പം നോർമലായപ്പോൾ ഡോക്ടർ അത് വേണ്ടാന്ന് പറഞ്ഞു. വൈറ്റമിൻ ഡി കഴിക്കണ്ട, ഇനി ടാബ്ലറ്റ് എടുക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മൊത്തത്തിൽ എനിക്ക് ബുദ്ധിമുട്ട് പ്രയാസങ്ങളും ഒക്കെ ആയിരുന്നപ്പോഴാണ് ഈ വീഡിയോ കാണാനിടയായത്. എന്നാൽ പിന്നെ അതൊന്ന് ചെയ്ത് നോക്കാമെന്ന് കരുതിയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അപ്പം ഇത് വേറെ കഴിക്കണേക്കാളും നല്ലത് നമുക്ക് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കുമ്പം നന്നായിരിക്കുമെന്ന് തോന്നുന്നു എനിക്ക്. പിന്നെ തണുപ്പിച്ച് നമുക്ക് എന്തെങ്കിലും കോരി ഇട്ടിട്ടുണ്ടെങ്കിൽ കാറ്റ് കയറാത്തിട്ടുണ്ടെങ്കിൽ നനവില്ലാതെ കയ്യിലൊരു ചൂട് തെറിച്ചേർക്കാൻ ഭയങ്കര വേദന. എള്ള് കയ്യിൽ തെറിച്ച് ഭയങ്കര വേദന. ഇതിലേക്ക് ഇത്ര ശർക്കരയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുവാണ്, ചെറിയ മധുരം കിട്ടാനായിട്ട്. കരിപ്പട്ടി കുറച്ചുകൂടെ നന്നായിരിക്കും അല്ലേ? ഞാൻ കരിപ്പട്ടി വാങ്ങിയില്ല. ഇതിനായിട്ട് ഇനി കരിപ്പട്ടി വാങ്ങി അത് ബാക്കി ഇവിടെ ഇരിക്കും. വേറൊന്നും ചെയ്യാത്തത് കൊണ്ട് അത് പിന്നെ പാഴായി പോവുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ശർക്കര തന്നെ എടുത്തത്. ഞാൻ പാകമാകുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ശർക്കരയൊക്കെ അതിൽ ചേർന്ന് വരുന്നത് വരെ മതി ഇളക്കണത്. മറ്റത് തണുത്തതിന് ശേഷം ഇത് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ടാക്കി വയ്ക്കാം. വെച്ചിട്ട് ഇതേ ഇങ്ങനെയാണ്. ഇത് ഭയങ്കര ചൂടുള്ള ഇരുമ്പ് ചട്ടിയാണ്, അലുമിനിയത്തിൻ്റെ ചട്ടിയാണ്. ജസ്റ്റ് കൈയൊന്ന് തട്ടി അതിൽ ഇപ്പോൾ വേവും. ഭയങ്കര ചൂടാണിത്. അടുപ്പ് വെച്ച് കഴിഞ്ഞാൽ ഒന്നും അടി പിടിക്കുകയില്ല. പക്ഷെ നമ്മുടെ കൈ തട്ടിയാൽ അത് ഇരുമ്പ് ചട്ടിയിൽ പിടിച്ചോളും. ഇങ്ങനെയാണത് ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ വരുന്നത്. നമ്മൾ രാവിലെ ഇങ്ങനെ കോരിയെടുക്കണം. ഒരു സ്പൂൺ ഇതിലെല്ലാം ഇല്ലേ, എല്ലാ കണ്ടൻറ്റും ഉണ്ട് അല്ലേ? ഇത് കഴിച്ചാൽ മതി എന്നാണ് ഡോക്ടറുടെ വീഡിയോയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചത്. എന്തായാലും ഞാൻ കഴിച്ചു നോക്കാം. ഏകദേശം സെറ്റായിട്ടുണ്ട്.